നമസ്കാരം. മെയ് 5 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ 12 കൂറുകാർക്കും എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ജ്യോതിഷപരമായി നോക്കിയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കൂറുകാർ ആരെല്ലാമാണ്? ചില രാശിക്കാർക്ക് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ രാശിക്കാർക്കും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി നോക്കാം. മേടക്കൂറ്. ഈ ആഴ്ച മേടക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ തടസ്സം മാറിക്കിട്ടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. സ്ഥാനക്കയറ്റം ഉണ്ടാകും. വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ വിഷമിപ്പിക്കും. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ കോടതിയിലെത്താൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ളവരുമായി ചില കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാം. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കണം. ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അനുഭവം ഉണ്ടാകും. പ്രാർത്ഥനകളിലൂടെ കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുവാൻ കഴിയും. പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടില്ല. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുടുംബപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഈ സമയം നല്ലതാണ്. ചെറുപ്പക്കാർക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കും. സംഗീതത്തിൽ താല്പര്യമുണ്ടാകും. ഈ ആഴ്ചയിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ പാരമ്പര്യ സ്വത്ത് ലഭിക്കുവാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങിയതിനാൽ ചെറിയ തോതിൽ തലവേദന അനുഭവപ്പെടും. ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതി പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും. സാമൂഹ്യപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായി യാത്ര പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തീർത്ഥയാത്രകൾ നടത്താനും ദാനധർമ്മം ചെയ്യാനുമുള്ള ഒരു പ്രവണത കാണുന്നു. കച്ചവടത്തിൽ ലാഭം ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്തും കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയും. ദൈവാനുഗ്രഹമുള്ളതിനാൽ പ്രതിസന്ധികൾ മുഴുവൻ മറികടക്കാൻ സാധിക്കും. ഔദ്യോഗിക രംഗത്ത് ഉയർന്ന പദവികൾ ലഭിക്കും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആഴ്ചയുടെ അവസാനത്തിൽ മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. നിങ്ങളുടെ ദേഷ്യം കാരണം പ്രിയപ്പെട്ടവരുമായി വഴക്കിടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കും. ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. ജോലിക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. രോഗാരിഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേക ജാഗ്രതയും വേണം. കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ അനുഭവപ്പെടും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് നല്ല ലാഭം കിട്ടും. വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷം നൽകും. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. ഈ സമയം നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് ജോലി രംഗത്തെ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ കഴിയും. കൂടുതൽ അംഗീകാരം നേടിയെടുക്കുവാനും സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് എല്ലാവരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. പണമിടപാട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വീട്ടിലെ ആവശ്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. ആരോഗ്യം പൊതുവെ നല്ലതായിരിക്കും. തുലാക്കൂറ്.
തുലാക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം. അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും. ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. വരുമാനത്തിൽ വർധനവുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. വീട്ടിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കളുടെ സഹായം തേടുക. പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇഷ്ടമുള്ള വ്യക്തിയോട് ഇഷ്ടം തുറന്നു പറയാൻ ഇത് നല്ല സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക. ദൈവാനുഗ്രഹമുള്ളതിനാൽ ജോലിക്കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്തു തീർക്കാൻ കഴിയും. കുടുംബത്തോടൊപ്പം യാത്ര പോകാൻ സാധ്യതയുണ്ട്. യാത്ര സന്തോഷം നൽകുന്നതായിരിക്കും. കൂടാതെ സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം ചിലവഴിക്കും. പ്രിയപ്പെട്ടവരുമായി തർക്കങ്ങൾ ഉണ്ടാവാം. അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മനസ്സിന്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും. ആഴ്ചയുടെ അവസാനത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ പോകാൻ സാധ്യതയുണ്ട്. യാത്രയിൽ നിങ്ങൾക്ക് നല്ല വ്യക്തികളുമായി പരിചയപ്പെടാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. മകരക്കൂറ്. ഈ ആഴ്ച മകരക്കൂറുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാകും. ജോലി രംഗത്ത് ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധൃതി കാണിക്കരുത്. യാത്രകൾ സന്തോഷം നൽകുന്നതായിരിക്കും. മാതാപിതാക്കളുടെ പിന്തുണയുണ്ടാകും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. പ്രണയബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ഈ ആഴ്ച ജോലിക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല. പൊതുവെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക. ചെലവ് നിയന്ത്രിക്കണം. പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കരുത്. വാഹനങ്ങൾ ശ്രദ്ധയോടെ ഓടിക്കുക. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതാണ്. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാൻ അവസരം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ദൈവാനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥനകൾ വേണം. കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും. ജോലി രംഗത്ത് ഉയർച്ചയുടെ സൂചനകൾ ലഭിക്കും. സഹായത്തിന് കൂടുതൽ പേർ രംഗത്തുണ്ടാക്കും. സുഹൃത്തുക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രണയങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ പ്രിയപ്പെട്ടവരുമായി സന്തോഷം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറാം, ദിവസങ്ങൾ മാറാം, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.